ആഴ്ചയിലൊരു ദിവസം കേട്ടോ ഞങ്ങൾ വെജിറ്റബിൾ എല്ലാം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഫ്രിഡ്ജ് കാലിയായിരിക്കുന്നു. പിന്നെ സാമ്പാർ നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണ സാധനമാണ്. അതുകൊണ്ട് പിന്നെ സാമ്പാർ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു ആഴ്ചയിൽ ഒരു 4 ദിവസം എങ്കിലും നമ്മുടെ വീട്ടിൽ സാമ്പാർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ മേടിക്കാൻ കഴിഞ്ഞപ്പോൾ ആ കടയിലൊന്നുമില്ല, ഏകദേശമൊക്കെ കഴിഞ്ഞ് പോയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന വേറൊരു കടയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായി മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാംഗോ വാങ്ങി. മാംഗോ ഷേക്ക് അടിക്കാൻ ഭയങ്കര രസമുള്ളൂ. ഇനിയിപ്പോൾ തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സീസണും മാറുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ സ്മൂത്തി, ഷേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം ഇനി ഞാൻ അധികം ദിവസം ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് മേടിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ മാംഗോയും ലെമണും ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് അതിനുശേഷം ചപ്പാത്തിയും പൂരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുണ്ടാക്കണേക്ക് നല്ലത്. ആകെ ഞങ്ങൾ 2-3 പേരില്ലല്ലോ. ആകെ ഞാനും സനൂപേട്ടനാണ് കാര്യങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നത്. കുഞ്ഞൂരാണെങ്കിൽ കഴിച്ചു അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും പൂരിയൊക്കെ പുറത്തുനിന്നായിട്ട് മേടിക്കില്ല, അതെല്ലാം മേടിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ലേസ് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനമൊന്നുമല്ല, ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇതിനൊക്കെ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ആൾക്ക് കാണണം എന്നുള്ളത്. കുറേ ആൾക്ക് നോക്കിയിട്ടൊന്നും തിരഞ്ഞെടുത്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സനൂപേട്ടൻ പോയിട്ട് അത് അത്യാവശ്യമായിട്ടൊരു കോളുണ്ടെന്നും പറഞ്ഞിട്ട് ആ കോൾ എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കുൽഫി എന്ന് പറഞ്ഞ സാധനം. ഞാനും സനൂപേട്ടൻ എപ്പോഴും വന്നാൽ കഴിക്കുന്ന ഒരു സാധനമാണ്. കുഞ്ഞുവിന് എപ്പോഴും മാംഗോ ബാറാണ്. പക്ഷേ മാംഗോ ബാർ എന്നൊക്കെ പറയുള്ളൂ, അത് പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെയാണ് ബാധിക്കുന്നത്. എൻ്റെ സാധനമായിരിക്കും പുള്ളി കഴിക്കുന്ന അവസാനം. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ബിൽ കൗണ്ടറിൽ നിൽക്കുകയാണ്. അപ്പോൾ വെജിറ്റബിളിന് വേറെ സ്ഥലത്ത് അങ്ങനെ ബില്ലടിക്കണം, പിന്നെ മെയിൻ കൗണ്ടറിൽ വന്നിട്ട് എല്ലാത്തിൻ്റെയും ബില്ലടിക്കാനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞങ്ങൾ സ്ഥിരം പ്ലേസാണ്, സ്ഥിരം പോകുന്ന കട തന്നെ കേട്ടോ. ഞങ്ങൾ എപ്പോൾ അവിടെ പോയാലും വർഷക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഞങ്ങൾ 3 പേരും കൂടെ പോകുമ്പോൾ എപ്പോഴും ഓരിങ്ങനെ ഐസ് മേടിക്കും കേട്ടോ. അതായത് ഇങ്ങനെ തന്നെ മാംഗോ ബാറോ ഇല്ലിച്ചിങ്ങി കുൽഫി അതൊക്കെയാണ്. പിന്നെ നമുക്കറിയാമല്ലോ എൻ്റെ സാധനം എന്തായാലും പുള്ളിക്കാരനും കൂടെ വേണം. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ സനുവേട്ടൻ ഇനി വേറെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരെണ്ണം കൂടി ഞങ്ങൾ വാങ്ങി. അപ്പോൾ കുഞ്ഞിന് രണ്ടാമത് വാങ്ങിക്കൊടുത്തപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിട്ട് ആ മുഖത്ത് കാണണമായിരുന്നു ആ സന്തോഷം മുഴുവൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് മീനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മീനൊക്കെ മേടിച്ചു. ചെറുതായിട്ടൊരു മഴ പെയ്യുന്നു. പിന്നെ സ്ഥിരം ഞാൻ മേടിക്കുന്ന കേട്ടോ ഈ അമ്മച്ചിൻ്റെ ഇടന്ന് ചീര. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവർ. വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ, വഴിയരികിൽ എന്നും കാണാൻ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സാധനം മേടിക്കാനാണ് എനിക്കിഷ്ടം.